ഏറ്റവും പ്രബലമായ ഒരു സംഘടനയാണ് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ. ആ ഫെഡറേഷൻ്റെ 8ാം സംസ്ഥാന സമ്മേളനം മെയ് 24, 25 തീയതികളിൽ ഹരിപ്പാട് മംഗല്യ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. 24-ാം തീയതി വൈകുന്നേരത്തോടുകൂടി സമ്മേളനത്തിൻ്റെ ആരംഭം കുറിക്കും. 25-ാം തീയതി കാലത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ MK ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തുന്നതോടുകൂടി പ്രതിനിധി സമ്മേളനത്തിൻ്റെ സമാരംഭം കുറിക്കും. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഖില ഭാരതീയ കൺസ്ട്രക്ഷൻ മസ്ദൂർ മഹാസംഘിലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ രവികുമാർ. അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹമാണ് ആ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് BMSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ GK അജിത്ത്, അതുപോലെ തന്നെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ K മഹേഷ്, BMSൻ്റെ സംസ്ഥാന ഭാരവാഹികളും അതുപോലെ തന്നെ ദേശീയ സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ആശാമോൾ, ശ്രീമതി ചന്ദ്രലത ടീച്ചർ, ശ്രീ CG ഗോപകുമാർ എന്നിവർ പങ്കെടുക്കും. അതിന് മുൻപ് 24-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഹരിപ്പാടിലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നും പ്രകടനമായിരിക്കും. ആ പ്രകടനം ഹരിപ്പാടിലെ ഗാന്ധി സ്ക്വയറിൽ പര്യവസാനിക്കും. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് BMSൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ CG ഗോപകുമാർ. അദ്ദേഹമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ആ സമ്മേളനത്തിൽ BMSൻ്റെ അസംഘടിത ക്ഷേത്ര പ്രഭാരി ശ്രീ MP ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ BMSൻ്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ശ്രീ N ദേവദാസൻ തുടങ്ങിയ ആളുകൾ ആ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫെഡറേഷൻ്റെ ഭാരവാഹികളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഈ സംസ്ഥാന സമ്മേളനത്തിൽ നമുക്കറിയാം, കേരളത്തിലെ നിർമ്മാണ മേഖല വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും ചർച്ചകളൊക്കെ തന്നെ സമ്മേളനത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് 1991 മുതൽ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ പദ്ധതി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 91-ലാണ് കേരളത്തിൽ തന്നെ ആരംഭം കുറിച്ചത്. 1996-ൽ കേന്ദ്ര ഗവൺമെൻറ് ആ നിയമം രാജ്യം മുഴുവൻ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് കേന്ദ്ര ആക്ടിൻ്റെ കീഴിൽ ആ നിയമം കൊണ്ടുവന്നു. അങ്ങനെ 1996 മുതൽ കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എന്ന പേരിലാണ് രാജ്യം മുഴുവൻ ആ ക്ഷേമനിധിയോട് പ്രവർത്തിക്കുന്നത്. അത് കേരളത്തിലെ രാജ്യത്തെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു ആശ്വാസമായിരുന്നു കേന്ദ്രത്തിൻ്റെ ആക്ടും ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന ഈ ക്ഷേമനിധി ബോർഡ്. കേരളത്തിൽ വലിയ ആകർഷകമായ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വിതരണം ചെയ്തിട്ടും ഒരു പരിധിവരെ പൂർണ്ണമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും ഒരു പരിധിവരെ ഈ ക്ഷേമനിധി ബോർഡിന് അംഗത്വമുള്ള തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു പ്രതീക്ഷയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം വലിയ രീതിയിലുള്ള കാര്യക്ഷമക്കുറവ് കൊണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ 20 ലക്ഷത്തിലധികം 20.25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഈ ബോർഡിൽ അംഗത്വമെടുത്തിട്ടുണ്ട്. 3,82,000 തൊഴിലാളികൾ ബോർഡിൽ നിന്നും പ്രതിമാസം പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ 3,82,000 വരുന്ന പെൻഷൻകാർക്കും കഴിഞ്ഞ 16 മാസമായി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയാണ്. 2024-23 ഡിസംബർ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 24 ജനുവരിയിലെ പെൻഷൻ കൂടെ വിതരണം ചെയ്തു. 16 മാസത്തെ പെൻഷൻ 3,82,000 വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ 16 മാസമായി പെൻഷൻ കുടിശ്ശികയാണ്. അത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കുടിശ്ശിക. അതിന് മുൻപ് വരെ ഒരു പരിധിവരെ പൂർണ്ണമാണെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു പരിധിവരെ അത് അതിന് ആ ക്ഷേമനിധി ബോർഡ് പ്രവർത്തനമൊക്കെ തന്നെ കാര്യക്ഷമമായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമനിധി ബോർഡുകളുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനവും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ അവകാശമല്ല, ഔദാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലും അഫിഡവിറ്റ് കൊടുത്ത ഒരു സർക്കാരാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത്രയും 3,82,000 പെൻഷൻ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ 60 വയസ്സ് മുതൽ 90-95 വയസ്സായിട്ടുള്ള വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളാണ്
പെൻഷൻ കൈപ്പറ്റുന്ന മഹാഭൂരിപക്ഷം പേരും പരസഹായത്തോടെ ജീവിക്കുന്നവരും അവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരസഹായം വേണം, ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ മരുന്നോ വാങ്ങുന്നതിന് വേണ്ടി പെൻഷന് കാത്തിരിക്കുന്ന ആളുകളാണ്. ഇവരുടെ 16 മാസത്തെ പെൻഷൻ കൃഷിയിലാണ്.